കുട്ടീനെ കഴുത്ത് നെരിച്ച് കൊല്ലുന്നു, കാലിൽ മുട്ടിടിച്ച് കൊല്ലുന്നു. ആരും ഒരിക്കലും മനസ്സിലാക്കുന്നില്ല 9 മാസം നൊന്ത് പറ്റിയിട്ട് അതിനെയൊക്കെ ജനിപ്പിക്കുന്നത്. അതുപോലും ആർക്കുമില്ല. അതിനെത്ര സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രിക്കോഷൻസ് എടുക്കണം. എല്ലാ സമയത്തും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്തായാലും ഒരു പ്ലാൻ ചെയ്തല്ലേ ഒരു കാര്യത്തിന് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവർക്കത് വേണമെന്നുണ്ടെങ്കിൽ അവർ ആക്സിഡൻ്റ് അങ്ങനെ അവരത് കളയും. അപ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നില്ല. പാരന്റിങ്ങിന് ഇതില്ലാണ്ട് പിന്നെ ആ കുട്ടീനെ ജനിപ്പിച്ചിട്ട് പക്ഷെ അപ്പോൾ ആ പ്രോസസ്സിലേക്ക് കടക്കാതിരുന്നാൽ പോരെ, അതല്ല ബെറ്റർ ഓപ്ഷൻ. എത്രയൊക്കെ പറഞ്ഞാലും ഒരു അബോർഷനിലൂടെ ഇല്ലാതാകുന്നത് ഒരു ജീവൻ തന്നെയല്ലേ, അത് വിവാഹത്തിന് മുമ്പാണെങ്കിലും ശേഷമാണെങ്കിലും. കാര്യം ഇന്ത്യയിൽ ലീഗൽ റൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ആളുകളുടെ മോറൽ വാല്യൂ അനുസരിച്ച് അത് തെറ്റാണോ ശരിയാണോ എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചോദിച്ചാലോ. അബോർഷൻ ലീഗലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ, ഒരിക്കലും ഒരു ലീഗലായിട്ടുള്ള കാര്യമില്ല. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതിനൊരു മോറൽ സൈഡില്ലേ? അബോർഷൻ എന്ന് പറയുന്നത് അമ്മയുടെ ഇഷ്ടമാണ് എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞത്. ഒരമ്മയുടെ ഇഷ്ടമാണ്. പിന്നെ ഈ എല്ലാ സമയത്തും ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എന്തായാലും ഒരു പ്ലാൻ ചെയ്തല്ലേ ഒരു കാര്യത്തിന് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാം ആലോചിച്ചിട്ട് തന്നെ മുന്നോട്ട് പോകണം. പക്ഷേ പലർക്കും എത്രയോ വർഷം കുഞ്ഞുങ്ങൾ കിട്ടാത്തവരുണ്ട്, അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കണം. നമ്മളിപ്പോൾ കുട്ടീനെ കഴുത്ത് നെരിച്ച് കൊല്ലുന്നു, കാലിൽ മുട്ടിടിച്ച് കൊല്ലുന്നു. ആരും ഒരിക്കലും മനസ്സിലാക്കുന്നില്ല 9 മാസം നൊന്ത് പറ്റിയിട്ട് അതിനെയൊക്കെ ജനിപ്പിക്കുന്നത്. അതുപോലും ആർക്കുമില്ല. അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇന്നത്തെ കാലത്ത് ഇല്ല ആർക്കും. എല്ലാവരും അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ ഒരുപാട് പേരുണ്ട്. ഇപ്പം അത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. നമ്മുടെ നാട്ടിൽ ലീഗലായിട്ടുള്ള ഒരു കാര്യമാണ് അബോർഷൻ എങ്കിൽ കൂടിയും അതിന് മോറൽ വാല്യൂ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓക്കെ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, അത് മാരേജിന് മുമ്പാണെങ്കിലും മാരേജിന് ശേഷമാണെങ്കിലും അതിനെത്ര സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രിക്കോഷൻസ് എടുക്കണം. അതിപ്പം ഓരോ ആൾക്കാരുടെ ഇഷ്ടമാണ്. അബോർട്ട് ചെയ്യണോ നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവിൽ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവർക്കത് വേണമെന്നുണ്ടെങ്കിൽ അവർ ആക്സിഡൻ്റ് അങ്ങനെ അവരത് കളയും. അപ്പോൾ അത് തെറ്റായിട്ട് തോന്നുന്നില്ല. പാരന്റിങ്ങിന് ഇതില്ലാണ്ട് പിന്നെ ആ കുട്ടീനെ ജനിപ്പിച്ചിട്ട് പക്ഷെ അപ്പോൾ ആ പ്രോസസ്സിലേക്ക് കടക്കാതിരുന്നാൽ പോരെ, അതല്ല ബെറ്റർ ഓപ്ഷൻ. കാരണം ഒരു അബോർഷൻ നടക്കുന്ന ടൈമിൽ നമ്മൾ ഒരു സ്ത്രീക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് കൂടുതലും സ്ത്രീകൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുകളുണ്ടാവുന്നത്. കാരണം ഈ അബോർഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരുപാട് മെൻ്റൽ സ്ട്രെസ്സ്, മെൻ്റൽ ട്രോമ, അതുപോലെ തന്നെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും ഭാവിയിൽ പിന്നീട് ഒരു കുട്ടി ആഗ്രഹിക്കുന്ന ടൈമിൽ ആ സ്ത്രീക്ക് അതിന് സാധിച്ചു എന്ന് വരില്ല, ഇങ്ങനൊരു പ്രോസസ്സ് ചെയ്ത് കാരണം. അപ്പോൾ അതിന് മുമ്പുള്ള ആ ഒരു പ്രോസസ്സ് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അബോർഷൻ എന്നൊരു കാര്യം അവിടേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അതല്ല ബെറ്റർ. അബോർഷൻ ചെയ്യുന്ന എന്തെങ്കിലും ആക്സിഡൻ്റിലായിരിക്കുമല്ലോ, അപ്പോൾ അവരൊരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടല്ലല്ലോ ഉണ്ടാവുക. പക്ഷെ അതൊരു അബോർഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബെറ്റർ ഓപ്ഷൻ പ്രിക്കോഷൻ തന്നെയല്ലേ. കാരണം എന്തിരുന്നാലും ആ ഉള്ളിൽ വളരുന്ന ഒരു ജീവനല്ലേ. അതെ അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല? മാരേജിന് ശേഷമാണെങ്കിലും ശേഷം മുമ്പായാലും പ്രിക്കോഷൻസ് എടുത്താൽ മതി. അത് തെറ്റല്ലേ? തെറ്റാണ്, ഒരു ജീവൻ എടുക്കാൻ പാടില്ല. ഇല്ല. ഇങ്ങനെ ഒരു അബോർഷൻ ചെയ്യുന്നത് മാരേജിന് മുമ്പാണെങ്കിലും മാരേജ് കഴിഞ്ഞിട്ടാണെങ്കിലും. മാരേജിന് മുമ്പാണെങ്കിലും ഒരു പക്ഷെ പറയുന്ന കാരണം അത് ആ സമയത്ത് ആ ഒരു മിനിറ്റിലെ ആ ഒരു തോന്നലായിരുന്നു, ആക്സിഡൻ്റലായിരുന്നു എന്നൊക്കെയാണ് പലരും പറയാറ്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. അതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല അല്ലേ? ഞാൻ യോജിക്കില്ല. എന്തുകൊണ്ടാണ്? അത് ഒരിക്കലും ആക്സിഡന്റ് ആവുന്നൊരു കാര്യമല്ല. ആഫ്റ്റർ മാരേജ് കാര്യമായി ചിന്തിച്ച് ചെയ്യേണ്ട കാര്യം ഇതൊക്കെ. അത് മാരേജ് ഫ്യൂച്ചറാണ്, ഒന്നിച്ച് തീരുമാനിച്ച് വേണം പ്ലാൻ ചെയ്യാൻ. ഒരു പ്രഗ്നൻ്റ് ആവുക എന്നുള്ളത് ഒരു ആക്സിഡൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പർപ്പസ്ഫുള്ളി അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ പേരിലാവുന്നല്ലോ പ്രഗ്നൻ്റ് ആവുന്നത്. സോ അതിനെ നമുക്ക് ആക്സിഡൻ്റ് എന്ന് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ്ലി വിളിക്കാൻ പറ്റുമോ? അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലല്ലോ ഇതിങ്ങനെ ഇതായി. എത്ര കാലം ട്രൈ ചെയ്തിട്ടും ആകെ എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും പ്രഗ്നൻ്റ് ആവാൻ. സോ അവരൊരു ഇതായിട്ടെടുത്ത് ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. വെച്ചാൽ ഒരു മാരേജ് കഴിഞ്ഞ് ഒരു 2 മാസത്തിൽ തന്നെ പ്രഗ്നൻ്റ് ആവാന്ന് വെച്ചാൽ അവർക്കും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടൈം വേണം. അപ്പോൾ ടൈം ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് ചില പാരൻസ്, ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്, ഞങ്ങൾ പാരൻറ്റിങ്ങിന് റെഡി ആയിട്ടില്ല, സോ അതുകൊണ്ടാണ് ഞങ്ങൾ അബോർട്ട് ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കടക്കാതിരുന്നാൽ പോകും. അത് ആദ്യമേ ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ എന്തായാലും ലൈഫ് തുടങ്ങുമ്പോൾ പ്ലാനഡ് ആയിട്ടായിരിക്കും. അപ്പോൾ ആ പ്ലാനിൽ തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ഇതിനുള്ള ആവശ്യമില്ലല്ലോ അബോർട്ട് ചെയ്യാനുള്ള. അബോർഷൻ മോറലി നോക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രൊമോട്ട് ചെയ്യില്ല, ഒരു ലൈഫിന് ഇല്ലാതാക്കുകയാണ് അല്ലേ? ആ ടൈമിലായാലും നമ്മൾ സേഫ്റ്റി നോക്കിയാൽ പോരെ. അത് പർപ്പസ്ഫുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. ചിലപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തതുകൊണ്ടായിരിക്കും. പിള്ളേരല്ലേ പിള്ളേരുകളാണ് കൂടുതൽ ഇപ്പം അങ്ങനത്തെ പോകുന്നത്. മെച്യൂരിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയില്ല, അതിനെക്കുറിച്ച് അറിയില്ല. എന്താ ഒരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ ആ ഒരു സെക്ഷൽ ഇതിനു വേണ്ടി അറിയാനുള്ള ആഗ്രഹം കാരണം ചാടി വീഴുന്നത് അങ്ങനെ ആയിരിക്കും.